അങ്ങനെ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ സുഭാഷും ഹരീഷും കൂടി സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഭാസ്കരൻ കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ വിചാരിച്ചു പെട്ടെന്ന് ഇങ്ങനെ ദുഷ്ടനായ ഒരാൾ നല്ലവനായിട്ട് എങ്ങനെ വന്നത്, അയാൾ നമ്മളെ എന്തൊക്കെ ഉപദ്രവിച്ചു, കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം വന്ന് എങ്ങനെയൊക്കെ നമ്മളെ ശല്യം ചെയ്തു, പിന്നെ എങ്ങനെ ഇപ്പോൾ ഇങ്ങനെ രാജീവൻ നന്നായി എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എനിക്കിപ്പോൾ തോന്നുന്നുള്ളതുപോലെ പേപ്പറിലൊക്കെ കാണാറില്ലേ പൈസയ്ക്ക് വേണ്ടി തട്ടിക്കൊണ്ടുപോകണം, അതുപോലെ അവനെ എന്തോ കൊണ്ടുപോയി ഉപദ്രവിക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ സുധീഷിനെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നികേഷ് വല്ലാതെ കരയുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ഒന്ന് നിർത്തുന്നുണ്ടോ അച്ഛാ, എന്നിട്ടൊന്ന് പോയി അവിടെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ ഉണ്ടാകാതെ പോകുന്നുണ്ട്. പിന്നെ കാണിക്കണത് നമ്മുടെ രാജീവനും അരുണും കൂടി നമ്മുടെ സുധീഷുള്ള സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. സുധീഷുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോൾ എല്ലാ ഗുണ്ടകളും വന്ന് ഇവരെടുത്ത് വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളൊക്കെ ഇപ്പോൾ എന്തിനാണ് എന്നെ കാണാൻ ഇങ്ങോട്ട് വന്ന്, അവൻ എന്തെങ്കിലും സംശയം തോന്നുന്നു പറഞ്ഞിട്ട്, അവന് ഒരു സംശയം തോന്നില്ല, അവൻ ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് തന്നെ അറിയില്ല എന്നൊക്കെ ഗുണ്ടകൾ പറയുന്നുണ്ട്. എന്തായാലും അവൻ കെട്ടിയിട്ടിട്ട് ഇരിക്കുന്ന സമയത്ത് സുധീഷിൻ്റെ മുന്നിൽ കൂടെ പണത്തിൻ്റെ ബാഗൊക്കെ ആയിട്ട് ഒരു ഗുണ്ട അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ സുധീഷിന് മനസ്സിലാവുന്നുണ്ട്, ഓ എന്നെ കൊണ്ടുവന്ന ആൾക്കാരും എൻ്റെ പൈസ മോഷ്ടിച്ചാലും ഒക്കെ ഒരു ഗ്യാങ്ങാണ്, ഇതിൽ എന്തോ ഒരു കള്ളത്തരുണ്ട്, എനിക്കിപ്പോൾ പിടി കിട്ടിയെന്നൊക്കെ ഇങ്ങനെ സുധീഷ് മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. ആ ഗുണ്ടകൾ എന്തായാലും നമ്മുടെ രാജീവനെ പണത്തിൻ്റെ ബാഗൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് രാജീവൻ എല്ലാവർക്കും പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അരുൺ പറയുന്നുണ്ട്, എന്തായാലും അച്ഛാ എനിക്കൊന്ന് ഉള്ളിൽ പോയിട്ട് അവനെ കാണണം, എനിക്ക് അവനോട് കുറച്ച് പ്രതികാരം തീർക്കാണ്ട് പറഞ്ഞിട്ട്. ആ സമയത്ത് നമ്മുടെ രാജീവൻ പറഞ്ഞു, ഈ സമയത്ത് നീ പോയാൽ നിന്നെ കാണില്ല, ഇല്ല ഞാൻ എന്നെ അറിയാത്ത വിധത്തിൽ ഞാൻ പോയിട്ട് അവനെ കുറച്ച് പെരുമാറിയിട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അരുൺ മുഖമൊക്കെ പൊത്തിയിട്ട് ഗുണ്ടകളുടെ പോലെ പോയിട്ട് നല്ല ഇട്ടിട്ട് നമ്മുടെ സുധീഷിന് അടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുധീഷിന് മനസ്സിലാവില്ല എന്തിനാ ഇങ്ങനെ ഇട്ടിട്ട് അടിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഒരാണാണെങ്കിൽ എന്നെ ഊരിട്ടിട്ട് അടിക്കടാ, അപ്പോഴെല്ലാം നിനക്ക് നീ ഒരാണാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അരുൺ ഒരു കാര്യം മാത്രമേ ചിന്തിക്കുള്ളൂ, അവൻ നിധിയെ താലി കെട്ടണ ആ നിമിഷം ആലോചിച്ചിട്ട് കുറേ ഇട്ടിട്ട് അടിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷിനാണെങ്കിൽ വല്ലാതെ വേദനിക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ അരുൺ അതൊക്കെ വടിയൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ സുഭാഷേട്ടനും ഹരീഷൊക്കെ പറയുന്നുണ്ട്, ഏട്ടാ ഇനി ഇവിടെ നിന്ന് കാത്തിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും ഏടത്തിയുള്ള സ്ഥലത്തേക്ക് പോവുക, എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് പോയി ചോദിക്കാം, രാജീവനോട് തന്നെ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി പുറപ്പെട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ പറയേണ്ട എന്നെയും കൂട്ട് അച്ഛൻ വീടൊക്കെ നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷും എല്ലാവരും കൂടി വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട്. പോയിട്ട് എന്തായാലും അവരെ കണ്ടെത്തിയിട്ട് സുധീഷിനെ എന്തായാലും കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കണമെന്ന് നമ്മുടെ രാജീവൻ മെല്ലെ ചെന്നിട്ട് വെള്ളമൊക്കെ കുടിക്കേണ്ടത്, എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട്, കണ്ടോ ഞങ്ങൾ എന്നെ എങ്ങനെയൊക്കെ കള്ളത്തരം പറഞ്ഞ് പറ്റിച്ച ആൾ, നിന്നെ എത്രമാത്രം മോളെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടാവും, നീ അവനെ വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളെ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.